ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചേതക്കിൻ്റെ സൈലൻസർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 seconds. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് പാനൽ നമ്മൾ ഓൾറെഡി ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഈ സൈലൻസറിൻ്റെ മൗത്തിന് ഇവിടെ 213-ന്റെ ബോൾട്ടാണ് വരുന്നത്. ഈ 213-ന്റെ ബോൾട്ട് നമുക്ക് ആദ്യം റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാനൊരു 13-ന്റെ റിംഗ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഈ സൈലൻസർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. വണ്ടി ഹീറ്റ് ആയിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സൈലൻസർ ക്ലീൻ ചെയ്ത് അത് നമ്മുടെ കൈ പൊള്ളാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഹീറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ ത്രെഡ് ഡാമേജ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി എപ്പോഴും കോൾഡ് കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഇതേപോലുള്ള നെറ്റൊക്കെ അഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല. അതുപോലെ ഒപ്പം തന്നെ മറ്റേത് കൂടി നമുക്കൊന്ന് ലൂസ് ചെയ്ത് വരാം. ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വാഷർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂസ് എല്ലാം നമുക്കൊരു ഇതുപോലൊരു ഇതിലാക്കി വെക്കാം. ഇതിലൊരു ഇതിനകത്താക്കി വെക്കാം. പക്ഷെ മറ്റേ സ്ക്രൂ കൂടി റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൈലൻസർ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ ഒരു സ്ക്രൂവിലാണ്. ഇത് 14-ന്റെ ഒരു ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചരിക്കാം. വണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൈലൻസർ ഇവിടെ റിമൂവ് ആയി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൗത്തിൻ്റെ അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൈലൻസർ റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ സൈലൻസർ റിമൂവ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ വന്നു. ഇതിൻ്റെ മുകളിലും ഇതുപോലെ 2 വാഷർ വരുന്നുണ്ട്. അതായത് ഈ സൈലൻസർ ഈ മൗത്തിന് മുകളിലായിട്ട് നമ്മൾ ഇടുന്ന 2 വാഷറാണ്. അതും മിസ് ചെയ്തത്, അതും സൂക്ഷിച്ച് വെച്ചോണം. അപ്പോൾ അത് പറയാൻ വിട്ടു, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റിക് സോഡയും ഹോട്ട് വാട്ടറും യൂസ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ടാപ്പ് ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിനുള്ളിൽ കാസ്റ്റിക് സോഡ ഒഴിച്ച് ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാസ്റ്റിക് സോഡ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ പിന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഡീസൽ ഒഴിച്ച് നമ്മുടെ ഗ്യാസ് വെൽഡ് യൂസ് ചെയ്ത് ഫയർ ചെയ്ത് കത്തിക്കും. അങ്ങനെയും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ പോസിബിൾ അല്ല. ഇപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചിരട്ട, അതായത് ഓൾഡ് മെത്തേഡ്. നമ്മൾ ഈ ചിരട്ട യൂസ് ചെയ്ത് കത്തിക്കുന്ന ആ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചിരട്ട നമ്മളവിടെ നമ്മുടെ ഒരു അപ്പുറത്തുള്ള കാട്ടിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈലൻസർ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നമ്മുടെ ഓല എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചിരട്ട എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലിട്ട് കത്തിക്കാം. നമുക്ക് സൈലൻസർ അതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇത് കത്തിക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടി ഇത് കാര്യങ്ങളൊക്കെ ഇട്ട് കത്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തീ എന്തായാലും ഒന്ന് കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈലൻസർ ഇതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കത്തട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചിരട്ടകളോട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് പോരാം. അപ്പോൾ നമ്മുടെ സൈലൻസർ ഇവിടെ മൊത്തത്തിൽ കത്തി നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതെടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കണ്ട, ജസ്റ്റ് ഒരു പ്ലെയർ ഇട്ട് പിടിക്കാം. ചിലപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ സൈലൻസർ നന്നായി കത്തിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നേരെ കൊണ്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രഷർ വാഷറൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പൈപ്പിൻ്റെ അടുത്താണ് കൊണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല ഹീറ്റുണ്ട്. അപ്പോൾ കൈ വെച്ച് പിടിക്കാത്ത കാര്യമായി. പിന്നെ നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പൈപ്പിൽ വെള്ളം വെച്ച് വരും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ സൈലൻസർ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത കാർബൺ ആണ് ഈ കിടക്കുന്നത് മൊത്തം. കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതെല്ലാം നമുക്ക് ഈ സൈലൻസർ ഉള്ളിൽ നിന്ന് വന്നതാണ്.
അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സൈലൻസർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കാം. കാരണം നമ്മളിതിപ്പോൾ വെള്ളം യൂസ് ചെയ്താണ് കഴുകിയിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളമെല്ലാം പറ്റുന്നതിനായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കാം. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വണ്ടിയുടെ ആ ഒരു മൗത്തിൻ്റെ ആ പോർഷൻസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വേസ്റ്റ് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആ പോർഷൻസൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ സൈലൻസർ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളിനി വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് പ്ലേറ്റിങ്ങിനോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനോ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് നേരെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ 2 വാഷറുള്ളത് ഇതിലേക്ക് കയറ്റി വെക്കാം. നമ്മുടെ ശേഷം നമ്മുടെ സൈലൻസർ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ആ 14ന്റെ ബോൾട്ട് ഇട്ട് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോൾട്ട് ഇതിലേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് വെക്കാൻ കേട്ടോ. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ സൈലൻസർ നമ്മൾ ഇതിന് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതുകൂടി കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ then show some super support in the form of likes, comments and subscribes. Thanks for watching.